നമസ്കാരം. ലോകത്തിലെ ഏറ്റവും വലിയ കരജീവി, ബുദ്ധിക്കും ഓർമ്മശക്തിക്കും പേര് കേട്ടവർ ആനകൾ. നമ്മൾ മലയാളികൾക്ക് ആന വെറും ഒരു മൃഗമല്ല, അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആനകളുടെ യഥാർത്ഥ ജീവിതം നമ്മൾ കാണുന്നതിനേക്കാൾ വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ്. ഒരു ആനക്കുട്ടി ജനിക്കുന്നത് മുതൽ അത് വളർന്ന് വലുതായി കാടിന്റെ രാജാവായി മാറുന്നത് വരെയുള്ള ആനകളുടെ രസകരമായ ജീവിതകഥയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. ആനക്കുട്ടികളുടെ ബാല്യം വളരെ രസകരമാണ്. മനുഷ്യക്കുട്ടികളെ പോലെ തന്നെ അവരും കളിച്ചു വളരുന്നവരാണ്. കൂട്ടത്തിലെ മുതിർന്ന പിടിയാനകളെല്ലാം കുട്ടിയുടെ സംരക്ഷണത്തിൽ പങ്കുചേരുന്നു. ഇതിനെ ആലോ മദറിംഗ് എന്ന് പറയും. അമ്മയല്ലെങ്കിലും അമ്മയെ പോലെ സ്നേഹിക്കുന്ന വലിയമ്മമാർ. ഈ സമയത്താണ് കുട്ടി തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഉപയോഗിക്കാൻ പഠിക്കുന്നത്. തുമ്പിക്കൈ. 40,000-ത്തിലധികം പേശികളുള്ള തുമ്പിക്കൈ ഉപയോഗിച്ച് വെള്ളമെടുക്കാനും ഭക്ഷണം പൊട്ടിക്കാനും പിടിക്കാനും കുട്ടി സാവധാനം പഠിച്ചെടുക്കുന്നു. ആദ്യത്തെ 2-3 വർഷം അമ്മയുടെ പാൽ തന്നെയാണ് പ്രധാന ഭക്ഷണം. എന്നാൽ സാവധാനം പുല്ലും ഇലകളും തിന്നാൻ തുടങ്ങും. ആനകൾക്ക് അത്യാവശ്യമായ അറിവുകൾ, അതായത് വെള്ളം എവിടെ കിട്ടും, ഏത് ചെടി തിന്നാം തുടങ്ങിയ കാര്യങ്ങൾ മുതിർന്നവരിൽ നിന്ന് കണ്ടുപഠിക്കുന്നത് ഈ പ്രായത്തിലാണ്. കൗമാരപ്രായത്തിലെത്തുമ്പോൾ ഏകദേശം 12 മുതൽ 15 വയസ്സാകുമ്പോൾ ആനകളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു. ഇവിടെയാണ് ആണാനകളും പെണ്ണാനകളും രണ്ടു വഴിക്ക് പിരിയും. പെണ്ണാനകൾ തങ്ങളുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ തന്നെ ആജീവന്തം ആ കൂട്ടത്തിൽ കഴിയും. കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ അനുഭവ സമ്പത്തുള്ള പിടിയാനയായിരിക്കും ആ കൂട്ടത്തെ നയിക്കുന്നത്. Males and females of the same age can look very different. The male's tucks are longer and straighter, used for defense and display. The female's tucks are shorter and more curved, used for gathering food. എന്നാൽ ആനകളുടെ കഥ വ്യത്യസ്തമാണ്. പ്രായപൂർത്തിയാകുമ്പോൾ അവരെ കൂട്ടത്തിൽ നിന്ന് പുറത്താക്കും. അവൾ പിന്നീട് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ മറ്റാണ് ആനകളുടെ കൂടെ ചെറിയ ബാച്ചിലർ ഗ്രൂപ്പുകളായോ സഞ്ചരിക്കും. സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പഠിക്കുന്ന സമയമാണിത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ആനയ്ക്ക് ദിവസവും ഏകദേശം 150 കിലോ ഭക്ഷണം വരെ ആവശ്യമായി വരും. ആനകളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് മദപ്പാട് അഥവാ മുസ്ത്. ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ അളവ് കൂടുന്ന ഈ സമയത്ത് ആനകൾക്ക് വല്ലാത്ത വീറും വാശിയും ഉണ്ടാകും. ഇത് ഇണചേരാനുള്ള സമയമാണെങ്കിലും ഈ ആനകൾ വളരെ അപകടകാരികളായിരിക്കും. കാട്ടിലായാലും നാട്ടിലായാലും മദപ്പാടുള്ള ആനയെ സൂക്ഷിക്കണം. ആനകളുടെ ബുദ്ധിശക്തി അപാരമാണ്. അവർക്ക് സന്തോഷവും സങ്കടവും തിരിച്ചറിയാൻ സാധിക്കും. മരിച്ചുപോയ തങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റ് ആനകളെ ഓർത്ത് സങ്കടപ്പെടുന്ന ആനകളെ പല ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട്. ആനകളുടെ ആയുസ് ഏകദേശം 60 മുതൽ 70 വയസ്സ് വരെയാണ്. വാർദ്ധക്യത്തിൽ ആനകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പല്ലുകൾ കൊഴിയുന്നതാണ്. ആനകൾക്ക് ജീവിതത്തിൽ 6 സെറ്റ് പല്ലുകളാണ് വരുന്നത്. അവസാനത്തെ സെറ്റ് പല്ലും തേഞ്ഞു തീർന്നാൽ ഭക്ഷണം ചവച്ചരയ്ക്കാൻ പറ്റാതെയാകും. പല കാട്ടാനകളും വാർദ്ധക്യത്തിൽ മരിക്കുന്നത് പട്ടിണി കിടന്നാണ്. കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. ഒരു ആന മരിച്ചാൽ അത് കാടിന് വളമാണ്. എന്നാൽ ഇന്ന് ആനകൾ വലിയ ഭീഷണി നേരിടുന്നു. ആനക്കൊമ്പിനു വേണ്ടിയുള്ള വേട്ടയാടലും കാട് കയ്യേറ്റവും കാരണം ഇവയുടെ എണ്ണം കുറയുന്നു. വരും തലമുറയ്ക്ക് കാണാൻ ഈ ഗജവീരന്മാർ ഭൂമിയിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിചാരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി.